ഇന്ന് ഞാനൊരു പുതിയ വിഭവം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തി നിൽക്കുന്നത് കണ്ണൂർ നമ്മുടെ സിമി ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ സിമി ചേച്ചിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഇന്ന് എന്താണ് സിമി ചേച്ചി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് കൂടെ ചോദിക്കാം. ചേച്ചി ഹലോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, എങ്ങനെ പോന്നു? ഇന്നെന്താ ഞങ്ങൾക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നൊരു വെജ് ഗോൾഡ് കോയിൻ. ഓക്കെ, അതിന് തൊട്ട് മുൻപ് വീട്ടില് എല്ലാവർക്കും സുഖമാണോ? അവിടേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖം, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, മോൾ എന്ത് പറയുന്നു? മോളും സുഖമായിട്ട് പോകുന്നു, ഹസ്ബൻഡും അങ്ങനെ പോകുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഹസ്ബൻഡിന്റെ പേര് ധനേഷ് എന്നാണ്. മൈസൺ എന്ന് പറഞ്ഞ ഒരു കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് പാർവതി 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നെന്താണ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആണ്, വെജ് ഗോൾഡ് കോയിൻ എന്ന് പറയും. വെജ് ഗോൾഡ് കോയിൻ. അതെ അതെ. ഓക്കെ, അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയാലോ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്? പൊട്ടാറ്റോ. അതെ. ഓക്കെ, ദെൻ ക്യാരറ്റ്, ദെൻ പിന്നെ മല്ലിച്ചപ്പ്, മല്ലിയില. ഓക്കെ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുത്തതല്ലേ? പേസ്റ്റ് ഒക്കെ തന്നെ, പേസ്റ്റ് ആക്കിയത്. ഓക്കെ, അതെ. പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്. ഓക്കെ, ആൻഡ് നമ്മളെ വെളുത്ത എള്ള്. ഓക്കെ, അതെ. മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി, ബ്രെഡ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു എന്താ പറയുക, പരിപ്പോഴയുടെ ഒക്കെ അത്ര വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കുരുമുളക് പൊടി, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള അത്ര ഓയിൽ. അതെ. അപ്പോൾ ചേച്ചി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്? ശരി. ഓക്കെ, എന്താ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പൊട്ടാറ്റോ. ഓക്കെ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ചെടുത്താൽ മതി, ബാലൻസ് നമ്മൾ അധികമായി പോയത് എൻ്റെ. അപ്പോൾ ഒരു 2 പൊട്ടാറ്റോ മതിയാവും. അതെ. ഓക്കെ, ക്യാരറ്റ് ആണ് നമ്മൾ ഇനി. ഒരു ക്യാരറ്റ് ചെറുതായിട്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. ഏകദേശം വെളുത്തുള്ളിയൊക്കെ എത്ര എടുത്തിട്ടുണ്ട്? പച്ചമുളക് 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നോർമൽ ഒരു ചെറിയ കഷ്ണം. ഓക്കെ, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അതെ, 1/4 ടീസ്പൂൺ. അതെ. കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂൺ. അതെ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. സോസ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഗ്രീൻ ചില്ലി സോസ് ആവശ്യത്തിന് ഉപ്പല്ലേ? അതെ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, എന്നാലും ഒരാവശ്യത്തിന് അതൊരു സ്പൂണ് അങ്ങനെ മതി. 1 സ്പൂൺ വിനാഗിരി, മല്ലിയില. ഇനി ഇത് കൈനെ കൊണ്ട് കുഴക്കണം. ചേച്ചി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടു. ദെൻ കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് തോന്നുന്നു കൈകൊണ്ട് മിക്സ് ചെയ്താലേ അത്രയും പിടിക്കുള്ളൂ, നല്ല മിക്സ്ചർ ആവത്തുള്ളൂ. അതെ. കുരുമുളക് പൊടിയും ഉപ്പും. ഇനി എന്താ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഈ മിക്സ് നമുക്ക് ബ്രെഡിന്റെ മുകളിൽ വെക്കാം. മൈദ വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് മൈദയിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ, ചേച്ചി അതിൻ്റെ ഇടയിലൊന്നും മൈദ വിട്ടുപോയായിരുന്നു. മൈദയിൽ 2 സ്പൂൺ. എത്ര മൈദ എടുക്കണം? 2 സ്പൂൺ മൈദ മതി. ഓക്കെ, ഇതൊരു പേസ്റ്റ് ആക്കിയാൽ മാത്രം മതി. അത് 2 സ്പൂൺ മൈദ ഒന്ന് ചെറുതായിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കുവാണ്. ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാം മൈദ. ബ്രെഡാണ് കേട്ടോ ഈ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഷേപ്പിനാക്കി എടുത്തിരിക്കുകയാണ് ചേച്ചി. ചേച്ചി മൈദ ഒരു പേസ്റ്റ് ആക്കിയായിരുന്നു. മൈദ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കി. ദെൻ ഈ ബ്രെഡിൻ്റെ മുകളിൽ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തു. അതിന് മുകളിലാണ് ചേച്ചി ആദ്യം ഉണ്ടാക്കിയ പൊട്ടാറ്റോ ഒക്കെ കൂടിയ മിക്സ് വെക്കുന്നത്. ഒന്നുകൂടെ ഈ മൈദയുടെ പേസ്റ്റ് അതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എള്ളിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വൈറ്റ് എള്ള് ആദ്യം നമ്മൾ ഇൻഗ്രീഡിയൻറ്റിൽ പറഞ്ഞല്ലോ.
ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. ശരി. അതിന് ഒരു പാൻ വെച്ച് ചേച്ചി അത് ഫ്രൈ ചെയ്യാൻ പോവാണ്. പാൻ വെച്ചു, ദെൻ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഒരു 1/2 കപ്പ് ഓയിൽ ചേച്ചി മുഴുവനെ ഒഴിച്ചു. ഒന്ന് ചൂടായി വരട്ടെ. ഓക്കെ. ഇത് എന്ത് ഓയിൽ ചേച്ചി നമ്മൾ ഒഴിച്ചിരിക്കുന്നത്? ഇതിപ്പം സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ. അതെ, ഏത് ഓയിലാണേലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലാണ് ബെറ്റർ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന വിഭവം ഗോൾഡ് കോയിൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഐറ്റം ചേച്ചി ഇട്ടു. ഇതാ അതിങ്ങനെ ഒന്ന് മറിച്ചിടാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടോപ്പിങ്സ് ആയിട്ട് ചേച്ചി കൊടുത്തിട്ടുള്ള ഈ വൈറ്റ് എള്ളാണ്. അപ്പോൾ അതിങ്ങനെ വറുത്ത് വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഇതിന്റെ ഇൻവെന്റർ ആരാണ്? ഈ ഗോൾഡ് കോയിന്റെ. അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാന്നറിയില്ല. ഇങ്ങനെ വീട്ടില് ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഐറ്റംസ് ആണോ? പരീക്ഷണം തന്നെ. ഇതൊക്കെ ആദ്യം ആരാ പരീക്ഷണം വസ്തുവാകുന്നത്? എൻ്റെ മോള്, ഹസ്ബൻഡിന്റെ അമ്മ. എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചി ഉണ്ടാക്കുന്നതൊക്കെ. അതെ. ബ്രെഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലോ. ബ്രെഡ് ബ്രൗൺ കളറായപ്പോൾ തന്നെ ഏകദേശം അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ടൈം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി വേവിച്ചതാണ്. ബ്രെഡും ഓൾറെഡി കുക്ക്ഡ് ആണ്. സോ ഫസ്റ്റ് സെറ്റ് ഗോൾഡ് കോയിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പം നമ്മൾ ഗോൾഡ് കോയിൻ ഇവിടെ റെഡി ആയിരിക്കുന്ന. ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ. എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. താങ്ക് യു. ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന നമ്മുടെ വൈറ്റ് എള്ളാണ്. അതെ അതെ അല്ലേ? അപ്പം ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സിമി ചേച്ചിയുടെ ഗോൾഡ് കോയിൻ റെഡി ആയിട്ടുണ്ട്. പ്രേക്ഷകരുടെയും സിമി ചേച്ചിയുടെ അനുവാദത്തോടു കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചേച്ചി. ഓക്കെ. അടിപൊളി സ്നാക്കാണ്, ഒന്നും പറയാനില്ല. കാരണം ആ ഒരു കിഴങ്ങിന്റെ ടേസ്റ്റും ബ്രെഡിന്റെ ടേസ്റ്റും എള്ള് എണ്ണയിൽ പൊരിച്ചെടുത്തതും എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി, ഇത്ര നല്ലൊരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. അപ്പം ഒരാളെ കൂടെ നമുക്ക് ഇവിടേക്ക് വിളിക്കാനുണ്ട്. ആളുടെ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ആളെ വിളിക്കാം. മോളു. ചേച്ചിയുടെ സ്വന്തം പാർക്കുട്ടിയാണ്. അപ്പം പാർക്കുട്ടി എന്താ ഇതൊക്കെ അമ്മ ഉണ്ടാക്കി തരാറുണ്ടോ? ഇഷ്ടമാണോ അമ്മയുടെ ഈ ഐറ്റംസ് ഒക്കെ? ഇത് ഇഷ്ടമാണോ? ഒരു പീസ് എടുത്ത് കഴിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആന്റിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഒരു പാട്ട് പാടിത്തരുമോ ആന്റിക്ക് വേണ്ടിയിട്ട്? ഓക്കെ, റെഡി. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ, ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവള തിലയായി തളിർക്കും ഞാൻ, ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ. അപ്പൊ പാർക്കുട്ടി അടിപൊളി കേട്ടോ. താങ്ക് യു സോ മച്ച്. അമ്മയ്ക്കും മോൾക്കും വെരി ബിഗ്
താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ സെഗ്മെൻറ്റ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം. ആൻഡ് ഇന്നത്തെ ഈ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.